നമ്മളൊക്കെ എത്രയോ ആലോചിച്ചിട്ടും പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാറി മറയുന്ന ആളുകളെ, അങ്ങനെ വിശ്വസിച്ച് കൊണ്ടാടുന്ന ആളുകളെ പെടുന്നനെ ഒരു വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കാലം നമ്മളൊക്കെ കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അഥവാ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും നന്നായി വിശ്വസിക്കുന്ന ഒരാളുടെ വാക്കുകേട്ട് നമ്മൾ കൊടുക്കുന്ന തുകകൾ, നമ്മുടെ ഹാർഡ് ഏൺ മണി, അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സാധു അയാൾ നടത്തിയിട്ടുള്ള ആ ബിസിനസ് പൊട്ടിപ്പോകുന്നതായിരിക്കാം, അല്ല അയാളുടെ കടങ്ങൾ മറ്റെന്തോ അർത്ഥത്തിൽ നമ്മളെടുത്തുനിന്ന് വാങ്ങിച്ച് വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്താണെങ്കിലും ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണമെന്ന് നേർക്ക് നേരെ ഐഡൻറ്റിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഒരാളുടെ ചരിത്രം കേട്ടപ്പോൾ ഞാനങ്ങ് അന്താളിച്ചു പോയി. അദ്ദേഹം പറയുന്നത് തൻ്റെ അയൽവാസിയായിട്ടുള്ള മനുഷ്യൻ നല്ല ഡീസൻ്റാണ്, ജീവിതം അങ്ങനെ അടിപൊളിയായിട്ട്, അഥവാ അത്ര കണ്ട് ആർഭാടമൊന്നുമില്ലെങ്കിലും നന്നായി മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ്, അത്യാവശ്യത്തിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരെല്ലാവരും മനസ്സിലാക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഥ പറഞ്ഞങ്ങോട്ട് എത്തിയപ്പോൾ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കും രക്ഷപ്പെടണ്ടേ എന്ന ചോദ്യം കേട്ടപ്പോൾ ഞാനങ്ങ് അതിലങ്ങ് വീണു. എൻ്റെ നിങ്ങളങ്ങനെ ചോദിക്കുന്നു എന്ന് ഈ അയൽവാസിയോട് ചോദിച്ചപ്പോൾ തിരിച്ചൊരു മറുപടി, അല്ല ഇങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് തട്ടിമുട്ടി പോയിട്ട് കാര്യമില്ലല്ലോ, അത്യാവശ്യം ജീവിത മാർഗം ഉണ്ടാകണം, കുട്ടികളൊക്കെ വലുതാകുകയാണ്, ഒരു വാഹനം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് വരെ അങ്ങനെ ഒരു പേര് മോശം കേൾക്കാത്തത് കൊണ്ട് തന്നെ എന്താണൊരു വഴി എന്ന് ഞാൻ അന്വേഷിച്ചു. അതെൻ്റെ നിർഭാഗ്യത്തിൻ്റെ തുടക്കമാണെന്ന് പിന്നീട് ഞാൻ അതറിയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്നാളുന്ന നാട്ടിൽ അഥവാ ഗൾഫ് കൺട്രിയിൽ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്, പറ്റുകയാണെങ്കിൽ ചെയ്തോ, ഇത്ര രൂപ മാസം കിട്ടും, പിന്നെ ഏതെങ്കിലും സമയം തിടുക്കം വരികയാണ് തിരിച്ച് ആ പൈസ തുക തിരികെ കിട്ടുകയും ചെയ്യും. ഈ സാധു മനുഷ്യൻ ആളുടെ വൈഫിൻ്റെ സ്വർണങ്ങളൊക്കെ വെച്ച് കുറേയൊക്കെ വിറ്റ് അങ്ങനെ കൊടുത്ത് ഒരു 10 ലക്ഷം രൂപ കൊടുത്തു. 10 ലക്ഷം കിട്ടിയ ഉടൻ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എല്ലാ മാസവും 22-ാം തീയതി ഈ എമൗണ്ടിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് വരും, അഥവാ ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസത്തിൻ്റെ അപ്പുറത്തെ മാസമാണ് ഈ ഫിഗർ നിങ്ങൾക്ക് കിട്ടുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തരും, ഇത്ര എമൗണ്ട് 1.5% കിട്ടുക, അതിലൊന്നും തർക്കമൊന്നുമില്ല, കുഴപ്പമില്ല, ഫിക്സഡ് എമൗണ്ട് അല്ലാത്തത് കൊണ്ട് പലിശ എന്ന് പറയുന്ന സാഹചര്യം വരുന്നില്ല. അങ്ങനെ 2-3 മാസം കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. കിട്ടിയതാകട്ടെ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപക്ക് 3 മാസം കൊണ്ട് വലിയൊരു എമൗണ്ട് പ്രോഫിറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം 1 ലക്ഷം രൂപ ഈ 3 മാസം കൊണ്ട് 33,000 രൂപകളും കൊടുത്തു. ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്തി കാര്യങ്ങൾ പറയണം. ഈ സാധു അവിടെയും പെടുകയാണ്. ആ പെടുന്നത് അന്നേരം അറിയുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം ഒലിപ്പിച്ച് പറയുമ്പോൾ അയാൾ പറയുക, എൻ്റെ 10 ലക്ഷത്തിന് പുറമെ ഞാനൊരു 10 ലക്ഷം വേറൊരു സുഹൃത്തിൻ്റെ എൻ്റെ ഇമേജ് വെച്ചുകൊണ്ട്, എൻ്റെ ക്രെഡിബിലിറ്റി വെച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു, എന്നിലുള്ള വിശ്വാസം കൊണ്ട് അദ്ദേഹം തന്നു. ഈ 6 മാസം കഴിഞ്ഞപ്പം ഇയാൾ പറയുകയാണ്, ബിസിനസ്സൊക്കെ പഴയതുപോലെയല്ല, വളരെ പ്രയാസമാണ്, നിയമങ്ങളൊക്കെ അടിക്കടി മാറുകയാണ്, ഗൾഫിലൊരിക്കലും പോകാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് അത്ര കണ്ടൊന്നും അറിയില്ല. ഇവിടെ ഒരു ചെറിയൊരു തട്ടുമുട്ട് പരിപാടിക്കായിട്ട് അഥവാ 2 മുറി പീടികയിൽ അങ്ങനെ കച്ചവടം കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം അവസാനം പറയാം, ഒരു രക്ഷയില്ല, ഈ പൈസ നമുക്ക് തിരികെ എടുക്കണം, അതിനൊരു സാവകാശം തരണം. അദ്ദേഹം ചോദിച്ചു, എത്ര മാസമാണ് വേണ്ടത്? അദ്ദേഹം പറയുന്നു, മിനിമം 2 കൊല്ലമെങ്കിലും വേണം, ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, ഒരുപാട് സാങ്കേതികത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഓൾറെഡി 10 ലക്ഷം, അതിൽ1 ലക്ഷം എനിക്ക് കിട്ടി, പിന്നെ ഒരു 1/2 ലക്ഷം കൂടി കിട്ടി, 6 മാസത്തിനിടയ്ക്ക് 1.5 ലക്ഷം കഴിച്ചു, ബാക്കി 8 ലക്ഷം എൻ്റെത് പോയി. ഈ മനുഷ്യനിക്ക് ആകെ കിട്ടിയതാകട്ടെ 30,000 രൂപ, അതോടുകൂടി 9,70,000 അദ്ദേഹത്തിൻ്റെ പോയി. പക്ഷേ ഞാനായതുകൊണ്ട് ഞാനും വാങ്ങിച്ചതുകൊണ്ട് ഞാനതിന് കടക്കാരനാണ്. ഇന്നിപ്പോൾ എൻ്റെ വീട് പണയത്തിന് കൊടുക്കുകയാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഒരു വല്ലാത്തൊരവസ്ഥ, ഒരു ചെറിയ കുട്ടി പറയുന്നത് പോലെ ആ സങ്കടം കേൾക്കുമ്പോൾ ഞാനൊന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, നമ്മൾ കാണുന്ന കാഴ്ചയുള്ള ആളുകൾ എല്ലാ അർത്ഥത്തിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കൃത്യമായി അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയാനും ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നമുക്കൊക്കെ ഏറ്റവും നന്നാവുക. പാവപ്പെട്ട ഈ മനുഷ്യൻ 10 ലക്ഷമായിട്ട് കടക്കാരനാവുകയും ബാക്കിയുള്ള അയാളുടെ സ്വന്തം പൈസ ആ സ്വർണം വിറ്റത് അങ്ങനെ തന്നെ നശിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, വലുതാകണം,
പ്രയാസങ്ങളൊക്കെ മാറണമെന്ന് ആഗ്രഹിച്ച് എല്ലാം അങ്ങ് കേൾക്കുന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് കൂടെ കൂടുമ്പോൾ എപ്പോഴാണ് ഇങ്ങനൊരു ദുരവസ്ഥയിലേക്ക് നമ്മളൊക്കെ ആപ്പതിച്ചു പോകാമെന്ന് പറയാൻ കഴിയില്ല. സമ്പത്ത് വളരെ ഭംഗിയായി ചെലവഴിക്കേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. കാത്തിരിക്കാനല്ലാതെ വേറെ മാർഗമില്ല. ഈ പ്രയാസങ്ങൾ തികച്ചുമുണ്ടായിട്ടും ആ മനുഷ്യൻ ഒരു വട്ടം പോലും ചോദിച്ചില്ല ഇപ്പം എന്താ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്. അയാൾ അതും ചോദിക്കുന്നുണ്ട്. മൊത്തം നമ്മളൊന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനൊരു അപകടത്തിൽ നമ്മൾ ആരും പെടരുത്. കൃത്യമായി നമ്മുടെ ക്യാഷ് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ ആലോചന ഒരു വട്ടമല്ല, ഒരു 4 വട്ടമെങ്കിലും അല്ലെങ്കിൽ ഒരു 100 വട്ടമെങ്കിലും ആലോചിച്ചിട്ട് നമ്മൾ നമ്മുടെ ക്യാഷ് മറ്റുള്ളവർക്ക് കൊടുക്കാവുള്ളൂ. അല്ല എങ്കിൽ അടിമയെപ്പോലെ ഇരക്കേണ്ടി വരും തിരിച്ചു കിട്ടാൻ. അവർ പറയുന്നത് സത്യവും അവർ പറയുന്നത് ന്യായവും നമ്മൾ നമ്മുടെ പൈസക്ക് ചോദിക്കുന്നത് അന്യായവും ശല്യവും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്നൊരു കാലം ഈ സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ ആദ്യം കണക്ക് കൂട്ടുക, എന്നിട്ട് തീരുമാനമെടുക്കുക. സമ്പത്ത് ആലോചിച്ചുണ്ടാക്കേണ്ടതാണ്, ആലോചിച്ച് ചിലവാക്കേണ്ടതുമാണ്. ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് വെക്കുമ്പോൾ ഇങ്ങനെ അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളടക്കമുണ്ടാകും. അതുകൊണ്ട് അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട്.